ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെയും ഇദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരിക്കും ഒരു ഉപജാപക സംഘമാണ്. എന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് ഞാൻ കൂടുതലും കരുതിയിരുന്നത്. എന്നാൽ അവർ ഇതുവരെ അടങ്ങിയിട്ടില്ല. സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യമിടുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ നിലപാട് തുറന്നു പറയാനുള്ള കാരണവും. സണ്ണി ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ണൂരിലും അതുപോലെ ഞാൻ കോട്ടയത്തും DCC പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസാനത്തിലാണ് അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നത്. ഒരു ജനപ്രതിനിധിയാകാനുള്ള എല്ലാ അർഹതയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടും 40 വർഷം അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ട സാഹചര്യം വന്നു. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തി കൂടി കോൺഗ്രസിനെ തകർക്കാനും അതുപോലെ പിളർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയിലേക്കാണ് സണ്ണി ഇത്ര സാമ്യമാനത്തോടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫ് എന്ന വ്യക്തിയാണ് ഒരു മാന്യതയും ഇല്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ കൂടുതലും ആക്രമിക്കുന്നത്.